ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടാണ് എന്നുള്ളത് ഇന്ന് കേരള നിയമസഭയ്ക്കകത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നൊക്കെ പറയണ് സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പിന്നോട്ടാണോ എന്നുള്ളതിനകത്ത് പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അത്രയും വേണം, വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം പിന്നോട്ട് പോവുക തന്നെ ചെയ്യും. വെറുതെ ചിരിപ്പിക്കരുത്. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇപ്പോ AI ക്യാമറകൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ അപകട നിരക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. AI ക്യാമറയ്ക്ക് മുകളിലേക്ക് കൊട്ട വെച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവിലിറങ്ങി സമരാഭാസം നടത്തിയ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ നമ്മുടെ മുൻപിൽ ഓർമ്മയിലുണ്ടാകും. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥമില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. ഞങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ഈ കേരളത്തിനകത്തേക്ക് എന്ത് കടന്നു വന്നാലും അതിനെ ആകെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് ലജ്ജാകരാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എലപ്പുള്ളി, ഈ പറയുന്ന എലപ്പുള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമുണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? അപ്പോ നമുക്ക് വെള്ളമുണ്ടെങ്കിൽ, നമുക്ക് വെള്ളത്തിന് വഴിയുണ്ടെങ്കിൽ, മാർഗമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്നിരിക്കെ എന്തുകൊണ്ടാണ് അത് സാധ്യമാകാത്തതെന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. അല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള ദൗർലഭ്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്തൊന്നും തർക്കമില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. പിന്നെ ഈ പുറകോട്ട് പോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആർഷോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് കേരളയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളയിൽ നടക്കും കേട്ടോ എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അതിനപ്പുറത്തേക്ക് സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്താണല്ലോ അതിൽ നിന്ന് പുറകോട്ട് പോയത് ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും അവസാനം വനനിയമവുമായി ബന്ധപ്പെട്ട് AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറയുന്നത് എല്ലാം പോയിന്ന. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. AI ക്യാമറയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയും അല്ല ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ AI ക്യാമറയുടെയും മുകളില് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വെച്ച കൊട്ട മുഴുവൻ തിരിച്ച് പറക്കിയെടുത്ത് KPCC ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്നെ കുറിച്ച് പറഞ്ഞാൽ ആർഷോ ഞാൻ ഓഫീസിൽ വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്ലാസ്സിലെ പോയിട്ടില്ല, പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. എന്തോന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടില്ല, ക്ലാസ്സിലെ പോയിട്ടില്ല, പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. ക്ലാസ്സിൽ കയറാൻ അറ്റൻഷൻ കിട്ടുന്നവരല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. വേറെ പണി സാരമില്ല, ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി.